സ്ത്രീകളാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയം. തലയ്ക്ക് അടിയേക്കുക എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ആരെങ്കിലും അടിക്കുക എന്നുള്ളതല്ല, അത് വളരെ നിങ്ങൾ ഒരു വശമൊക്കെ തളർന്നു പോകാനായിട്ടുള്ള അവസ്ഥകൾ ചിന്തിക്കണമെന്നാണ്. നമസ്കാരം. ഇന്നത്തെ നക്ഷത്രം രോഹിണിയാണ്. രോഹിണിയെക്കുറിച്ച് ഞാൻ കണ്ണേഷ് ഉപാസനയോട് പറഞ്ഞതാണ്. അപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. രാജയോഗമാണ്. നക്ഷത്രങ്ങൾ ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയും. സ്ത്രീകളാണെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണെങ്കിൽ കണ്ണേഷ് ഉപാസനയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ, കാരണം കണ്ണടച്ച് വിശ്വസിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അബദ്ധങ്ങളിൽ പോയി പെടുക, ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പോയി പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഫലങ്ങൾ പറയും. രോഹിണിയുടെ ഇപ്പോഴത്തെ നക്ഷത്ര രാശി, ഇപ്പോഴത്തെ ഗ്രഹത്തിൻ്റെ ഫലങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് കിടക്കാം. ഞാനിത് പറഞ്ഞു കഴിഞ്ഞതാണ് കണ്ണേഷി. കാരണം ഈ പറഞ്ഞ നക്ഷത്രങ്ങളെല്ലാവരും തന്നെ ഭയപ്പാടോടുകൂടി എന്നെ വിളിച്ചു. അങ്ങനെ ഭയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജ്യോതിഷ ഫലവും കൂടെ പറഞ്ഞത് എന്ന് പറഞ്ഞു കൊടുത്താലും. അപ്പോൾ ഈ രോഹിണി നക്ഷത്രം ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രമായിട്ടാണ് കരുതി പോകുന്നത്. അപ്പോൾ ഇവർ സ്ഥിരചിത്തരെന്നാണ്. നല്ല ഒരു കാര്യത്തിനെക്കുറിച്ച് വിചാരിച്ച് ഇറങ്ങിയാൽ അതിനെക്കുറിച്ച് പൂർണ്ണ രീതിയിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ അവർക്കൊരു ചില സമയത്ത് അതിൽ നിന്ന് പിൻവാങ്ങണം എന്നൊരു ഡബിൾ മൈൻഡ് എന്ന് പറയും. നമുക്ക് അതും ഉള്ള ഒരു നക്ഷത്രമാണ്. പിന്നെ പെട്ടെന്നൊരു കോപം വരുന്ന ഒരു അവസ്ഥ ഉള്ള ഒരാൾക്കാർ. ഇതെന്തിനാ ഈ ലക്ഷണങ്ങൾ പറയുന്നു എന്ന് വെച്ചാൽ, ഈശ്വരാധീനം പറയുമ്പോൾ കോപാവസ്ഥ ഉള്ള ഒരാളാണ് ഞാൻ എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് പോകണം. അല്ലെങ്കിൽ പെട്ടെന്ന് ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നക്ഷത്രമാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈശ്വരാധീനം കുറവാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഈശ്വരാധീനം കുറഞ്ഞ ഒരു സമയമാണ്, നമ്മൾ ശ്രദ്ധിച്ച് പോകണം. രോഹിണി നക്ഷത്രക്കാർ, എനിക്കറിയാവുന്ന പല രോഹിണി നക്ഷത്രക്കാരും പിന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ്. പിന്നീട് അവർ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരും. അത് തന്നെ എടുത്തു ചാടി ചെയ്യുന്ന, കാരണം ഒരാളെ വെട്ടിക്കൊല്ലാനാണ് അവർക്ക് തോന്നണമെങ്കിൽ അവരത് ചെയ്യും. അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനെ പിന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആപത്തുകളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന പ്രകൃതങ്ങൾ. പിന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രമേഹ രോഗം, ആരോഗ്യം, സ്ത്രീകളാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയം. അത് വളരെ വളരെ ക്ലിയറാണ്. അത് കണ്ണേഷ് ഉപാസനയിലൂടെ ഞാൻ പറയുവാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾ രോഹിണി നക്ഷത്രത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാലിൻ്റെ ഉപ്പൂറ്റിയിൽ രോഗാവസ്ഥ വരിക, നട്ടലിന് ക്ഷതമേക്കുക, ഗർഭാശയ സംബന്ധമായ രോഗലക്ഷണം വരിക, ദന്തത്തിന് ക്ഷതമുണ്ടാകുക, തലയ്ക്ക് അടിയേക്കുക എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ആരെങ്കിലും അടിക്കുക എന്നുള്ളതല്ല, അത് വളരെ നിങ്ങൾ ഒരു വശമൊക്കെ തളർന്നു പോകാനായിട്ടുള്ള അവസ്ഥകൾ ചിന്തിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ തളർന്നു പോകും എന്നുള്ളതല്ല. ഏറ്റവും രാജയോഗമുള്ള കാലഘട്ടം രോഹിണിക്ക് നല്ല കാലഘട്ടമല്ലേ അല്ലേ? രാജയോഗമൊക്കെ ഉള്ളതാണെന്നാണ് ഇവിടെ പൊതുവെ ഈ ജ്യോതിഷ പണ്ഡിതന്മാർ ഈ ഇതിനകത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. രാജയോഗമാണ്, നക്ഷത്രങ്ങൾ കുതിച്ചുയരും, നിങ്ങൾ കോടീശ്വരന്മാരാവും ഒക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മളെ ആത്യന്തികമായി ഒരു മനുഷ്യനാണ്, മരമല്ല, മനുഷ്യനാണ്. നമുക്കെപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങൾ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾ ആയുസ്സല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആരോഗ്യം. ആയുസ് നിലനിൽക്കണമെങ്കിൽ എന്താണ്? ആരോഗ്യമുള്ള ഒരു മനസ്സ് വേണം, ആരോഗ്യമുള്ളൊരു ശരീരം വേണം. ആരോഗ്യമുള്ള ശരീരം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മൾ ജന്മാംശവുമായിട്ട് ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുള്ള, നമ്മുടെ രാശികളുമായിട്ട് ബന്ധമുള്ള, നമ്മുടെ മനുഷ്യന് മാറ്റം വരുന്ന സമയം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ അനുസരിച്ചിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ, നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ, നമ്മുടെ അവയവങ്ങളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ, ഇത് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. പകരം എന്താ ചെയ്യണേ? പണമില്ല, കടബാധ്യത, കുട്ടികളെ പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ അവരുടെ ഉറ്റമിത്രങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ജീവിതത്തിനെക്കുറിച്ചുള്ള അവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ഇല്ലെങ്കിൽ ജോലി കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തകൾ. ഒരിക്കലും സ്വന്തം ശരീരത്തിലുള്ള 1150 ഗ്രാമുള്ള തലച്ചോറിനെ കുറിച്ച് ഈ ബോധം അഗ്നി പോലെ കത്തുന്നത് 24 മണിക്കൂർ. ഞാൻ ഇന്നൊരു യാത്ര ഉണ്ടായിരുന്നു മഞ്ചേരി വരെ. നോക്കുമ്പോൾ എല്ലാവരും മൊബൈലിലാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും വണ്ടിയിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും വണ്ടിയിലാണ് ഇരിക്കുന്നുള്ള ബോധം പോലും ഇല്ലാതെ മൊബൈലിനകത്താണ്. അവർ വേറെ ഒരു ലോകമായിട്ടൊരു ബന്ധമില്ല. നമ്മുടെ തലച്ചോറ് നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ലോകത്തിനുള്ള, നമുക്കറിഞ്ഞുവിടാൻ പാടില്ലാത്ത ഈ ലോകത്തുള്ള ഒരുപാട് വിവരങ്ങളെ നമ്മളിങ്ങനെ തലയിലേക്ക് കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്.
മറ്റൊരു ബന്ധവുമില്ല. ചിലർ സിനിമ കാണുന്നു, അവരുടേത് ലോകം. അപ്പം നമ്മൾ സ്വയം ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഒരു കൈപ്പത്തിയിലേക്ക് നമ്മൾ ലോകത്തെ കാണും. കൈപ്പത്തിയിലൂടെ ലോകത്തെ കാണുക ഒരു മൊബൈൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ ശരീരം, നമ്മുടെ ബോധം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോധം നശിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്കരമായ നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ സെറിബ്രം ചൂടായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ഒരു 6 മാസം നോക്കൂ, നിങ്ങളുടെ ഓർമ്മയ്ക്ക് കുറവുണ്ടാവും, നിങ്ങളുടെ ബുദ്ധിക്ക് നാശമുണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് തന്ത്രശാസ്ത്രങ്ങൾ പറയുന്നതിനപ്പുറത്തൊക്കെ ഇവിടെ ഒരു ശാസ്ത്രവും വളർന്നിട്ടില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ജ്യോതിഷ ശാസ്ത്രത്തിനകത്ത് ഒരു സംസ്കാരം, ജ്യോതിഷ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. ആ ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ ഇന്നും ഗവേഷകർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ തരത്തിനപ്പുറത്തോട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് നമ്മുടെ ഈ ഭൂമി കുഴിച്ചിട്ട് ഒരു സ്ഥലത്ത് ഭൂമി ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കുഴിച്ച് അതിൻ്റെ പാതാളത്തിൻ്റെ അപ്പുറത്തെത്തുമ്പോൾ, ആ ഒരു വശത്തെത്തുമ്പോൾ അവർ പിന്നെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പോയി, പിന്നെ ഒന്നും കിട്ടുന്നില്ല. നോക്കുമ്പോൾ ഏറ്റവും മൈക്രോ ഇതിനകത്തുകൂടെ പിന്നെ ഓംകാരത്തിൻ്റെ ശബ്ദം കേൾക്കണമെന്നാണ്. പാതാളത്തിൻ്റെ അങ്ങ് ഏറ്റവും അടിയിൽ ശാസ്ത്രമാണ്. ഇങ്ങനെ കുഴിച്ച് ഏറ്റവും അടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ പറഞ്ഞാൽ അന്ധവിശ്വാസമാവും. അതവിടെ നിൽക്കട്ടെ. എന്തായാലും രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക ഇപ്പോഴത്തെ. ഇപ്പോൾ സ്വാമിജി പറഞ്ഞതിനെ കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നു. ഈ നമ്മുടെ ശാസ്ത്രം, അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു, ധരണീ ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം എന്ന് കുജനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ പുത്രനായിട്ട് അന്നേ പറഞ്ഞു. അദ്ദേഹം ചുവപ്പ് കളറാണെന്ന് അന്നേ പറഞ്ഞു. ഇത് ആര് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഏത് ടെലസ്കോപ്പ് വെച്ച് പറഞ്ഞു? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് സയൻസിന് ഇത് പറയാൻ പറ്റും? റഷ്യയിലാണ് ആ സംഭവം. കുഴിച്ചു പാതാളത്തടി ഓമിൻ്റെ ശബ്ദവും ആൾക്കാരുടെ നിലവിളിയും കേൾക്കുന്നതാണ്. ആൾക്കാരുടെ നിലവിളിയും ഇത് സയൻസാണ്. കാരണം എന്നെ പരീക്ഷിക്കാനായിട്ട്, ഒരു ചെറുപ്പക്കാരൻ എന്നെ പരീക്ഷിക്കാനായിട്ട് വന്നു. അപ്പോൾ പരീക്ഷിക്കാൻ പറഞ്ഞവരെ എനിക്ക് കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കുറേ നേരം എന്നെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ വലിയ ഭക്തനാണ്. അദ്ദേഹമാണ് ഈ റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭൂമിയുടെ ഏറ്റവും അളവിലേക്ക് താഴേക്കുമ്പോൾ ചുമന്ന മണ്ണുള്ള സ്ഥലം എന്നാണ്. അതിൻ്റെ ഏറ്റവും അഗാധമായ കഥയും ആൾക്കാർ നിലവിളിക്കുന്നതും ഓംകാരത്തിൻ്റെ ശബ്ദവും അവർക്ക് കേൾക്കാൻ പറ്റി. കാരണം അവരുടെ താഴേക്ക് പോയ മിഷൻ കത്തിപ്പോയി എന്നാണ്, കരിഞ്ഞു പോയി എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇവിടുത്തെ യുക്തിവാദികളും ദൈവമില്ലാന്ന് വിശ്വസിക്കുന്നവരും ചവിട്ടിത്താഴ്ത്തുന്ന, താറടിച്ച് കാണിക്കുന്ന, അവർക്ക് ജീവിതത്തിൻ്റെ ഒരു ഘട്ടകാലത്തിൽ അമ്മയെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കും. സ്വന്തം അമ്മയെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ? പെറ്റമ്മയും പിറന്ന നാടിനെയും കുറിച്ചും ബോധമുള്ളവരൊന്നും ഇതിനെ തള്ളിപ്പറയില്ല. പിന്നെ നമുക്കൊന്നും ആരെയും ബോധിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനിത് പറയുന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഈ രോഹിണി നക്ഷത്രത്തെക്കാർ ഇപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ കർണേഷ് ഉപാസനോട് പറഞ്ഞതാണ്. ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുകയാണ്. സ്വാമിനെ കൂടെ വെച്ചിട്ട് സ്വാമിജി പറഞ്ഞ പോലെ സ്ത്രീകളുമായിട്ട് ഇവർക്ക് ദോഷങ്ങൾ സംഭവിക്കാറുണ്ട്. സ്വാമി പലവരും വരുമ്പം പറയുന്നുണ്ട്, പൂർവ്വജന്മത്തിൽ നിങ്ങൾക്ക് ശത്രുവായിട്ടുള്ള ഒരു സ്ത്രീ നിങ്ങൾക്ക് വരും, ആരെങ്കിലും വന്നോടെ ഇങ്ങനെ സ്വാമി കളിയാക്കി ചോദിക്കാറുണ്ട്. ഇതൊരു വിഷയമാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് എനിക്കിപ്പോൾ ശുക്രദശയാണെന്ന് വെച്ചോളൂ. ഞാൻ ഏതെങ്കിലുമൊക്കെ എനിക്ക് ശുക്രദശയിൽ ധാരാളം സമ്പത്തുണ്ടാകും, ധാരാളം റൂമുകളുണ്ടാവും, ധാരാളം സ്ത്രീകൾ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഈ ജന്മത്തിൽ ഈ ശുക്രദശയിൽ മോശപ്പെട്ട അവസ്ഥ ചെയ്താൽ അടുത്ത ജന്മത്തിലെ ശുക്രദശ വരുമ്പോൾ എനിക്ക് ഈ സ്ത്രീ ശത്രുവായിട്ട് തന്നെ വരും. പലരും എനിക്കിപ്പോൾ ശുക്രനാണ് എന്ന് പറയുന്നുണ്ട്. ശുക്രദശയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ദുരിതം വന്ന് കയറുന്നത് നമ്മളറിയാതെ നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്നു പോകുന്നതാണ്. നമ്മൾ മുകളിൽ നിൽക്കും, കാരണം ശുക്രനായതുകൊണ്ട്. പക്ഷേ ശുക്രദശയെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ശുക്രൻ്റെ ഫലമില്ലാതെ പോകുന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട്. നമുക്കതൊന്നും ഫലമില്ലാതെ പോകും. ശുക്രദശയാണെന്ന് പറഞ്ഞാൽ രാജ്യവും കുറേ പണം കിട്ടിയിട്ടല്ല കാര്യം. മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടുന്ന കർമ്മങ്ങൾ, മനസ്സമാധാനം കിട്ടുന്ന, ശാന്തമായി ഉറങ്ങാൻ പറ്റുന്ന രാവുകൾ, ഇതൊക്കെയാണ് ശുക്രനെ കൊണ്ട് നമുക്ക് വേണ്ടത്. പക്ഷേ ശുക്രനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, എനിക്ക് ശുക്രദശയാണെന്ന് പറഞ്ഞ് നമ്മൾ വല്ലവനെ ഇടിക്കാൻ പോയി അവൻ കുടിച്ചേർത്ത് ഇടിച്ചേച്ച് പോകും. അതില്ലേ ശുക്രനെ നമ്മൾ എല്ലാവർക്കും എനിക്ക് അവന് ശുക്രനാണ്, ഇനി അവനെ പിടിച്ചാൽ കിട്ടൂല. എവിടെ പിടിച്ചാൽ കിട്ടും. ഓരോരുത്തർക്ക് കർമ്മങ്ങൾ ഫലങ്ങളനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. നിന്റെ പൂർവ്വജന്മ കർമ്മഫലങ്ങൾ അനുസരിച്ച് നീ ജന്മത്തിൽ ഇങ്ങനെയായി ജീവിക്കേണ്ടവനാണ്. സിനിമ എടുക്കുക, എൻ്റെ അടുത്ത് പലരും പ്രൊഡ്യൂസർ കഥയ്ക്ക് വേണ്ടി വരും. അപ്പോൾ ഞാൻ പറയും, നിങ്ങളിത് സിനിമ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, നിങ്ങളിത് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളവർ പോയി സിനിമ എടുത്ത് നശിച്ച് നാമാവശേഷമായിട്ടുണ്ട്.
നിങ്ങൾ എടുക്കരുത്, നിങ്ങൾക്ക് സിനിമ പറഞ്ഞിട്ടില്ല. ഞാൻ രുദ്രസിംഹാസനം സിനിമ എടുക്കുന്ന സമയത്ത് ഈ സിനിമ എടുക്കരുതെന്ന് എൻ്റെ മനസ്സ് 150 പ്രാവശ്യം പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള ആ സമയം അവിടെ ഗ്രഹം പിഴച്ചു നിന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു ഗ്രഹം പിഴച്ചു. അപ്പം നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറയുകയാണ്, ഇത് ചെയ്യരുത് 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 എന്ന് പറയുമ്പോഴും ആ മറ്റൊരു ശക്തി, കാരണം ദൈവവും പിശാചുമാണ് ഒരുമിച്ച് നിൽക്കുന്നത് എല്ലാ മനുഷ്യനിലും. ആ പൈശാചിക ശക്തി ദൈവത്തെ മറച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് നമ്മുടെ സമ്പത്തുകളും പോയി. ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ ഉണ്ടാക്കിയ സർവ്വസമ്പത്തുകളും അത് നഷ്ടപ്പെടുക മാത്രമല്ല, സമ്പത്ത് നഷ്ടപ്പെടും, പക്ഷേ ആയുസ് തിരിച്ചു കിട്ടി. അതാണ് നല്ല ഗുണങ്ങൾ സത്കർമ്മങ്ങൾ കൊണ്ട് തിരിച്ചു കിട്ടി. നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദശ മാത്രം നോക്കിയിട്ട് മാത്രം രാശിഫലങ്ങൾ മാത്രമല്ല ഇതിനകത്ത് ചെയ്യേണ്ടത്. ഈ നമ്മൾ ഇതിനകത്ത് പറയുന്ന പല ഗ്രഹനിലകൾ ഞാൻ പണ്ഡിതന്മാർ മോശം എന്നാണല്ല പറയുന്നത്. അവരിങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച് നമുക്കൊന്നും ചെയ്യരുത്. ഒരാൾ കഴിഞ്ഞ ദിവസം വിളിച്ചു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ചിട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കുഴപ്പമില്ല, ചിട്ടിയൊക്കെ നടത്തി ദിവസക്കൂലി ഈ ചാലക്കമ്പോളത്തിലൊക്കെ ചിട്ടിക്ക് പൈസ കൊടുക്കും, അത്യാവശ്യം കടകളിലൊക്കെ കൊടുക്കും, രാവിലെ ശംഖുത്തുപോയി മീൻ എടുത്തുകൊണ്ട് വരും, അത്യാവശ്യം ബിസിനസ്സൊക്കെ നടത്തി പണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ ഏപ്രിൽ 14 രാജയോഗം തെളിഞ്ഞു എന്ന് പറഞ്ഞു. രാജയോഗം തെളിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഞാനൊരു സിനിമയിൽ പാർട്ട്ണറാകാൻ ഞാൻ എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, യാതൊരു കാരണവശാലും നിങ്ങൾക്ക് സിനിമ ഭ്രമിപ്പിക്കുന്നത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഭ്രമിപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എല്ലാ ചിത്തഭ്രമം ബാധിക്കാനുള്ള യോഗമുണ്ട്. 2 ഭ്രമമാണ്. പുള്ളി പക്ഷേ നമ്മളെ പറഞ്ഞ് ഏതോ ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അതാ ഇന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് എങ്ങനെ കാന്തല്ലൂ സ്വാമി അയാൾക്ക് വട്ടാണ് അയാൾ ഇതൊക്കെ പറയും എന്നുകൂടെ പറഞ്ഞ് എഴുതി കൊടുത്ത് അദ്ദേഹം വലിയ സിനിമ എടുക്കാൻ പോവുകയാണ്. ഒരാപത്തും ഉണ്ടാകാതിരിക്കട്ടെ, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഗ്രഹനില അനുസരിച്ച് ജന്മസമയം അനുസരിച്ചൊക്കെ നല്ലതാണെങ്കിലും പൂർവ്വജന്മം അനുസരിച്ച് നീ ഈ സമയത്ത് നിൻ്റെ അടുത്ത് ഒരിക്കൽ വരും. കാരണം അയാൾക്കത് പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ മീൻ കച്ചവടം പറഞ്ഞിട്ടില്ല. ഞാൻ മീൻ കച്ചവടം ചെയ്താൽ ഞാൻ വാങ്ങിക്കുന്ന മീൻ വിറ്റുപോകത്തില്ല, അത് അഴുകിപ്പോവും. എനിക്കത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചെയ്യൂ. ഇന്നിപ്പോൾ എന്നെ ഒരു അമ്മ വിളിച്ചു. അവരുടെ മകൻ്റെ വിഷയം എനിക്ക് മനസ്സിലായി. ഞാനൊരു 150 വട്ടം അവരുടെ അടുത്ത് പറഞ്ഞിട്ടും അവരെന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ആ മകൻ നന്നാവില്ല. മകൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. പിന്നെ അവർക്ക് കോപം പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എത്ര പ്രാവശ്യമായിട്ടാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് മനസ്സിലായി കാര്യം. നിങ്ങളുടെ വിധിയാണ് ആ മകൻ. നിങ്ങൾക്ക് ആ വിധി മാറ്റാൻ പറ്റൂല. എന്നെ വന്ന് കണ്ടിട്ടുള്ളതാണ്. അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം സുഖിപ്പിച്ച് പറയാൻ പറ്റണമെങ്കിലേ പറ്റുള്ളൂ. ഇത് എനിക്ക് പറ്റൂല. അത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ ആ വിധിയാണ്. നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിച്ച് ആ വിധി മാറ്റാൻ പറ്റുമോ നോക്കാനേ പറയുന്നുള്ളൂ. അപ്പം ഈ രോഹിണി നക്ഷത്രത്തിനകത്ത് ഏറ്റവും നല്ല കാലമാണ്, രാജയോഗമാണെന്നൊക്കെ പറഞ്ഞാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആപത്ത് വരാനുള്ള കാലഘട്ടമാണ്. ഈ പറഞ്ഞ പലിശയ്ക്ക് കൊടുത്ത രോഹിണി നക്ഷത്രമാണ്. പുള്ളി പറഞ്ഞ അഷ്ടമി രോഹിണിയാണ്. ശ്രീകൃഷ്ണൻ ജനി സമയത്താണ് എനിക്ക് വരും. ശ്രീകൃഷ്ണൻ അവസാന കാലം എന്തായിരുന്നു? പിന്നെ കുചേലം വന്നപ്പോൾ എല്ലാം മാറി കൊടുത്തില്ലേ? അവല് വിഴുങ്ങി എല്ലാം കൊടുത്തില്ലേ? എല്ലാം കൊടുക്കും. എല്ലാം ഈ ഭഗവത് സാന്നിധ്യമുള്ള നക്ഷത്രമാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മനോദുഃഖപ്പെട്ട് ഒരിക്കലും സമാധാനമില്ലാത്ത, ഒരിക്കലും സ്വസ്ഥതമില്ലാത്ത, ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഒരു മഹാരാജാവാണ്. ദൈവികമായ അവതാര പുരുഷനാണ് ശ്രീകൃഷ്ണൻ. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. നിങ്ങൾ രോഹിണി നക്ഷത്രത്തിൽ എടുത്തു നോക്കിക്കോളൂ. അഷ്ടമി രോഹിണി കൂടെയുള്ള ജനനമാണെങ്കിൽ എൻ്റെ മുമ്പിലെ പഠനമാണ് ഞാൻ പറഞ്ഞത്. മക്കളെ കൊണ്ട് അനുഭവ യോഗം കാണില്ല, ഭർത്താവിനെ കൊണ്ട് അനുഭവ യോഗം കാണില്ല, സഹായിച്ച ബന്ധുക്കളെ കൊണ്ട് അനുഭവ യോഗം കാണില്ല. ഒരു 2% ആൾക്കാർക്ക് ഇന്ന് മാറ്റം ഉണ്ടാവും. അത് അവരുടെ പൂർവ്വജന്മത്തിൻ്റെ മാറ്റമായിരിക്കും. ഇത് പൂർവ്വജന്മം വളരെയധികം സ്വാധീനിക്കുന്ന ഘടകമാണ്. അത് ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അറിവാണ്. പൂർവ്വജന്മത്തിന് നമ്മൾ എന്തൊക്കെ പൂർവ്വജന്മം തെറ്റൂല, വളരെ കൃത്യമായിട്ട് ഇന്നടത്ത് ഇന്നതാണ് നിങ്ങളുടെ പൂർവ്വജന്മം, ഇന്നതാണ് സംഭവിക്കാൻ പോണത്, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നതാണ് സംഭവിക്കുക, അതുകൊണ്ട് ഇന്നതാണ്. തലക്കവേരി പോയി കുളിച്ചാൽ പൂർവ്വജന്മ ബന്ധനം, ആ ബന്ധനം മാറുന്നുള്ളത് എനിക്ക് ഒരുപാട് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞാൻ ടീച്ചർ പോയി കുളിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ദോഷങ്ങളുണ്ടായിരുന്നു. അല്ല, പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഈ പൂർവ്വജന്മമാകുമ്പോൾ എല്ലാവർക്കും പറയാം നിങ്ങൾ ഇന്നടത്ത് ഇന്നതായിരുന്നു എന്ന് പറയാം. പക്ഷെ അത് ശരിയാവണമെന്നില്ല. പക്ഷെ എൻ്റെ അനുഭവമാണ്, പല സ്ത്രീകളുടെയും ഇന്ന ലക്ഷണമുള്ള ഒരു വണ്ടി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുടിക്കുന്ന ഒരു ഭർത്താവായിട്ട് ഒരാൾ വരില്ലേ, വന്നിട്ടുണ്ടോ എന്ന് സ്വാമി ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് പൂർവ്വജന്മം. അല്ലാതെ ചുമ്മാ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്ന ഇന്നടത്ത് ഇന്നാൾ ജനിച്ചു എന്നല്ല പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ ലക്ഷണമുള്ള വണ്ടി ബിസിനസ് ചെയ്യുന്ന മദ്യപിക്കുന്ന ഒരാൾ നിങ്ങളുടെ പുരുഷനായിട്ട് വന്നില്ലേ, നിങ്ങൾക്ക് ദേവോപദ്രവം ചെയ്തില്ലേ എന്നാണ് വന്നേ പറ്റൂ. രഥചക്രം, രഥം ഉരുളുന്ന ശബ്ദം കേൾക്കാൻ അവിടെ ചോദിക്കണേ. അങ്ങനെ ഈ ലക്ഷണശാസ്ത്രത്തെ കുറിച്ച് സ്വാമി ഇങ്ങനെ പറയുമെങ്കിലും
എൻ്റെ ഗുരുനാഥനെക്കുറിച്ച് ഞാൻ പറയണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സ്വാമി വിളിച്ചപ്പോൾ ഞാൻ പ്രിപ്പറേഷൻ ചെയ്തില്ല ശരിക്കും. എന്നാലേ വന്നതിന് കാരണം ഇതാണ്, ഇവർക്ക് ലക്ഷണം കിട്ടുന്നത് മണമായിട്ട് കിട്ടും, ദർശനങ്ങളായിട്ട് കിട്ടും. ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഫാമിലി അവിടെ വന്നിരുന്നു. കാരണം എനിക്കിത് മനസ്സിലാവുന്നത്, എന്നെ കണ്ടിട്ടാണ് അവർ സ്വാമിജിയുടെ അടുത്തോട്ട് പോയത്. സ്വാമിജി ഉടനെ ചോദിച്ചു, മരുന്നിൻ്റെ മണം അടിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എവിടെ നിന്ന് വരും? പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ചോദിക്കും. ഇങ്ങനെയാണ് സ്വാമിജിയുടെ പ്രവചനം. അവരിങ്ങനെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അവരുടെ കുടുംബം മുഴുവൻ ശിഥിലമായി പോയി. അതിന് ഒരു കാരണമുണ്ട്, അത് പക്ഷേ അത് പറയാൻ പറ്റാത്ത ഒരു കാരണമാണ്. സ്വാമിജിയുടെ ചോദിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ അത് പറയാം പിന്നീട് കാരണത്തിൽ. അപ്പോൾ അത് എന്തുകൊണ്ടത് അങ്ങനെ വന്നു, അവരുടെ ബിസിനസ് മുഴുവൻ നശിച്ചു, അതിൻ്റെ എല്ലാ കാരണങ്ങളും ഏറ്റവും ഇസഡ് പറഞ്ഞു കൊടുത്തു സ്വാമി. അവസാനം 7 തലമുറ മുമ്പുള്ള ഒരു ഫലമാണ് ഞാൻ പറഞ്ഞു. 7 തലമുറ മുമ്പുള്ള അല്ലേ, കോഴിക്കോട് 7 തലമുറ മുമ്പ് നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരാൾ ഇന്ന കർമ്മം ചെയ്ത് ആ ഇല്ലവും ആ സംഭവവും ആ സമ്പത്തും അതെല്ലാം നിങ്ങളിലേക്കുണ്ട്. ആ താളിവല കെട്ടുകളൊന്നും നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. ഈ വൈദ്യത്തിൻ്റെ കുടുംബം, നിങ്ങൾ വളരെ പ്രശസ്തമായ ഒരു വൈദ്യ കുടുംബമാണ്. എനിക്ക് മനസ്സിലായി. അവർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിഹാരമില്ല, നല്ല മനുഷ്യരാണ്. ഞാൻ അടുത്ത് പറയുന്നത് പരിഹാരമില്ല. അതാണ് ഈ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു പരിഹാരം പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങാം, എങ്കിൽ നമുക്ക് ഇന്നതൊക്കെ പറയാം. സ്വാമി പല കാര്യങ്ങളും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ വന്നിട്ടുള്ള ക്ലയൻസിനെ നിങ്ങൾ എടുത്തു നോക്കൂ. അവർക്ക് പരിഹാരമില്ല, അവരെ പറഞ്ഞു വിട്ടു. ഇത് നിങ്ങൾ വളരെ മുഖവിലയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലയളവിൽ നമ്മൾ ധനസമ്പാദനത്തിന് വേണ്ടി അല്ല, അവരുടെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര്, ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയിലെടുക്കണം. മരുന്നിൻ്റെ മണം അടിക്കുന്നു എന്നാ ചോദ്യം. ലക്ഷണം, ഫസ്റ്റ് ലക്ഷണം പറഞ്ഞ മരുന്നിൻ്റെ മണം, പച്ചില മരുന്നിൻ്റെ മണം. നിങ്ങൾക്ക് പച്ചില മരുന്നാണ് ബന്ധം. നിങ്ങളുടെ 7 തലമുറ മുമ്പുള്ള ഇങ്ങനെ ഒരാൾ നിങ്ങൾ എടുത്തോളൂ. അയാൾ ഇങ്ങനെ ഇങ്ങനെ ഒരാളെ കൊന്നിട്ടുണ്ട്. ഈ ഇല്ലം നിങ്ങളുടെയല്ല, ഈ മഠം നിങ്ങളുടെയല്ല. നിങ്ങളെ അവിടെ നിന്ന് കിട്ടിയ താളിയോല കെട്ടുകൾ ഈ കുടുംബം നശിച്ചേ പറ്റൂ. നിങ്ങളിപ്പം വീടിൻ്റെ പുറത്താണോ കിടക്കുന്നത്? അതെ, വീട് ജിപ്തി ചെയ്തു, ഞങ്ങൾ പുറത്താണ് കിടക്കുന്നത്. അമ്മയും വന്നിരുന്നു. ഇപ്പം നല്ല മനുഷ്യനാണ്. എനിക്ക് അവരെ എങ്ങനെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല 2 ചെറുപ്പക്കാർ, നല്ല 2 വൈദ്യന്മാർ, അമ്മയും വന്നിരുന്നു. സ്വാമി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അപ്പോൾ അതിനുള്ള മാർഗ്ഗം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പം ചിലർ വിളിച്ച് പറയും, ഓ ഞങ്ങൾ തന്ത്രശാസ്ത്രം പറയുമ്പം പരിഹാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ തന്ത്രശാസ്ത്രത്തിൽ താളിയോല കെട്ടി നടത്ത പരിഹാര കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കുടുംബസ്വത്ത് കൊണ്ടുവന്ന് സാധനമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ മതിയെന്നു. കടയിൽ നിന്ന് ഈ ഏതെങ്കിലും മരത്തിന് മുരിക്കിൻ്റെയൊക്കെ മരുന്ന് വാങ്ങിച്ച് പെയിൻ്റ് അടിച്ച് കൊണ്ടുവച്ചേക്കുന്ന സാധനമൊന്നും എടുത്ത് പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ചിലവുണ്ടാകും. ആ ചിലവിന് 100% പരിഹാരം ഉണ്ടാകും. അത് ചിലവുണ്ടാകുക തന്നെ ചെയ്യും. അതിനകത്ത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചിലവും ചെയ്ത് അവിടെ ദക്ഷിണയും കൊടുത്താൽ അതിന് പരിഹാരം ഉണ്ടാവും. ഇതെന്തിനു പറയാൻ പഠിക്കണം? ഇതിന് സൗജന്യമായിട്ട് ചെയ്യൂ. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പുസ്തകം എഴുതി വിറ്റണ പൈസ എടുത്ത് ഇതൊക്കെ ചെയ്തു തരൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഫലങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ആ വിശ്വാസങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളതൊക്കെ മേടിച്ചുകൊണ്ട് തരണം. അത് മേടിച്ചു തന്നാൽ അതിനൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അവർക്ക് അതിനുള്ള പൈസകളൊക്കെ കൊടുത്താൽ അവരെല്ലാം തയ്യാറായി കൊണ്ടുവന്നാൽ നിങ്ങൾ തന്നെ വന്ന് ചെയ്യണം. അതിന് പൂജാരിയും സ്വാമിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ കർമ്മം ചെയ്യണം. അല്ല ഞാൻ പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ആ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ തന്നെ ചെയ്യണം. ഇതൊന്നും രഹസ്യ സ്വഭാവങ്ങളായിട്ട് പറയാൻ മടിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അല്ലേ? ഈ കഴിഞ്ഞ ദിവസം ശ്രീനാഥയുടെ പ്രോഗ്രാമിൽ ചെല്ലുമ്പം നമ്മളെ ലക്ഷങ്ങൾ പറ്റിക്കുന്നില്ലേ? ലക്ഷങ്ങൾ ചെലവാക്കാൻ പറ്റുന്നവർ ലക്ഷങ്ങൾ ചെലവാക്കി തന്നെ ചെയ്യണം. അല്ലാതെ പിന്നെ ഇവിടുന്ന് ഞാൻ പുസ്തകം എഴുതി ഉണ്ടാക്കിയ പണം കൊണ്ടുവന്ന് എല്ലാവർക്കും ചെയ്തു കൊടുക്കും. അതിനുള്ള നിവൃത്തിയൊന്നും എനിക്കില്ല. ഞാനും ടീച്ചറും കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫലങ്ങൾ പറഞ്ഞു തരും, പരിഹാരങ്ങളും പറഞ്ഞു തരും. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ചെയ്തു തരാം. അങ്ങനെ വേറെ അത്ഭുതങ്ങളൊന്നുമില്ല. ഇത് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ലക്ഷക്കണക്കിനൊക്കെ ആശുപത്രി കൊണ്ട് കൊടുക്കുന്നില്ലേ? അന്ന് ഇല്ലേ ഞാൻ ചോദിക്കണേ, ഓപ്പറേഷന് ലക്ഷങ്ങൾ, ഇതിനെല്ലാം വരെ തന്ത്രശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ, ആത്മീയതയിൽ വിശ്വസിക്കുന്നവർ, ഇത് ചെയ്താൽ മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്നവർ, കോടിക്കണക്കിന് ജനങ്ങൾ, ആത്മീയ ആചാര്യന്മാർ താളിയോല കെട്ടുകൾ എഴുതി വച്ചേക്കുന്ന തന്ത്രശാസ്ത്രത്തിലെ പല തന്ത്രമന്ത്രാദികളും 100% ഫലപ്രദമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു വലിയ കമ്പനിക്കാർ വന്നു. അവർ തകർന്ന് തരിപ്പണമായി പോയതാണ്. ഞാൻ പറഞ്ഞു കാന്തല്ലൂരിൽ നിന്ന് 2015 ഞാൻ പറഞ്ഞ കാന്തല്ലൂർ ആശ്രമത്തിലെ മുഴുവൻ കാന്തല്ലൂർ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കണം. അവർ കൊടുത്തു, ലക്ഷങ്ങൾ ചിലവാക്കി. ഇന്ന് അവരെ പിടിച്ചാൽ കിട്ടൂല. പൊളിഞ്ഞു പോയ ഒരു കമ്പനിയാണ്. ഞാൻ കമ്പനിയാണെന്ന് പറയുന്നില്ല. അവർ മുഴുവൻ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു. ഞാൻ ശതചണ്ഡിക യാഗം നടത്തി അവിടെ. അപ്പോൾ ചിലത് ചെയ്യാനുണ്ട്, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് അവർക്ക് കൊടുത്തുകൊള്ളൂ, ഇതൊക്കെ ചെയ്യണം. ശൃംഗേരിയിൽ നിന്ന് അവിടുന്ന് കൊണ്ടുവന്ന് ആ കാന്തല്ലൂർ ആശ്രമത്തിൽ. അപ്പോൾ ഇതൊക്കെ ചിലവുണ്ട്. അല്ലാതെ
എല്ലാവരും പിടിച്ചു പറിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇന്നലെ കണ്ടില്ലേ, കഴിഞ്ഞ വൈപ്പിൽ നിന്ന് ഒരാൾ പെൺകുട്ടി വിളിച്ച് പറഞ്ഞു എൻ്റെ 10 ലക്ഷം രൂപ. അവർ ഇന്നലെ എന്നെ വീണ്ടും വിളിച്ചിരുന്നു. ഒക്കെ ആൾക്കാരെ പറ്റിക്കാനൊക്കെ നമ്മൾ പോയി നിന്ന് കൊടുത്താൽ ചെയ്യും. പിന്നെ നിങ്ങൾ എന്താണ് പോയി നിന്ന് കൊടുത്തത്? പിന്നെ അദ്ദേഹം പരിഹാരം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണും. നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കണില്ലേ? നിങ്ങൾക്ക് മൃത്യു സംഭവിക്കേണ്ട ആളാണെങ്കിൽ അത് സംഭവിക്കാതെ ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നില്ലേ? അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ തർക്കിക്കാൻ നിന്നാൽ തർക്കിക്കാം, ചെയ്യട്ട. ഇപ്പം ഞാൻ ശ്യാമു കൂടെ വന്നിരുന്നു ഇവിടെ ഈ ജ്യോതിഷത്തെക്കുറിച്ച് പറയുന്നു, കണ്ണേശു ഉപാസനയിലൂടെ ഫലങ്ങൾ പറയുന്നു. നിങ്ങൾ കാണണ്ട, വിശ്വസിക്കണ്ട, എന്നെ 4 തെറിയും പറഞ്ഞിട്ട് നിർത്താമല്ലോ. ഇത് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന എത്രയോ പേരുണ്ട്. എത്രയോ ചീത്ത പറഞ്ഞ് വന്നവർ ഇപ്പോൾ എൻ്റെ ശിഷ്യന്മാരായിട്ട് നിൽപ്പുണ്ട്. എനിക്ക് ശിഷ്യന്മാരുടെ ആവശ്യമില്ല. അയാൾ ഒരാളാണെങ്കിൽ എനിക്ക് വലിയ അത്ഭുതമാണ്. അദ്ദേഹം ഭാര്യ പടിക്കെട്ടിൽ നിന്ന് വീണപ്പോൾ എന്നെ വിളിച്ചു ചോദിക്കണേ, സ്വാമി ഭാര്യ പടിക്കെട്ടിൽ നിന്ന് വീണ് ആശുപത്രി കൊണ്ടുപോയിട്ടോ എന്ന്. ഞാൻ പറഞ്ഞോളൂ, അത് സ്വാമിയെ വിളിച്ചാണോ ചോദിക്കണേ? ഭാര്യ പടിക്കെട്ടിൽ നിന്ന് ആശുപത്രി കൊണ്ടുപോകണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസം വിശ്വസിപ്പിക്കേണ്ടതല്ല, വിശ്വാസം ആർജിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ തന്ത്രമന്ത്രവാദികളിൽ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തായാലും രോഹിണി നക്ഷത്രക്കാർക്ക് രാജയോഗമുള്ള കാലമാണെന്ന് തോന്നുന്നത്. രോഹിണി വേഗം ഒന്നുകൂടെ പറയാം. ഈ രോഹിണി നക്ഷത്രക്കാർ ബ്രഹ്മാവിനെ നമ്മൾ സ്മരിക്കുന്നത് എല്ലാ ദിവസവും. ബ്രഹ്മാവാണ് അവരുടെ ദേവത, നക്ഷത്ര ദേവത. ബ്രഹ്മാവിനെ പൂജിക്കുന്നതും അതുപോലെ പാമ്പിനെ ഒരു കാരണം, സാധാരണ നക്ഷത്രക്കാർ പാമ്പിനെ കൊല്ലാൻ പാടില്ല. നിങ്ങൾ പാമ്പിനെ കൊല്ലുന്നത് കാണാൻ പോലും പാടില്ല. പാമ്പാണ് നിങ്ങളുടെ മൃഗം. അപ്പോൾ പാമ്പിനെ നാഗമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. വൃക്ഷം ഞാവലാണ്. ഞാവൽ എല്ലായിടത്തും ഞാറപ്പഴം കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ പരിപാലിക്കുന്നതും ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളവും വളവും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നാഗാരാധന വളരെ നല്ലതാണ്. നാഗമന്ത്രം ജപിക്കുന്നു രാവിലെ രാത്രി 8 തവണ നാഗമന്ത്രവും. ഓം വിനായകനയെ വിശ്വനാഗ ശ്രീ ക്ലീം നാഗ യക്ഷിയെ യക്ഷിണി സ്വാഹ നമഃ. ആ മന്ത്രം നിങ്ങൾ ജപിച്ചു നോക്കൂ. നിങ്ങളുടെ തലയ്ക്കുണ്ടാകുന്ന ഭാരം മാറും. ശരീരത്തിലെ സന്ധികളിലുണ്ടാകുന്ന രോഗാവസ്ഥയ്ക്ക് മാറ്റം വരും. നമ്മുടെ 7,000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുള്ള നമ്മുടെ ശരീരം, നിങ്ങൾ ഈ ഒരൊറ്റ മന്ത്രം അനന്തം വാസിയും ശേഷൻ പത്മനാഭനഞ്ചൻ കമ്പലൻ ശംഖുപാലൻ ത്രിദാക്ഷൻ തക്ഷ എന്നുള്ള സർപ്പമന്ത്രമുണ്ട്. ആ സർപ്പമന്ത്രം കിട്ടിയില്ലെങ്കിൽ പോലും ഓം വിനായകനെ വിശ്വനാഗേശ്വരി ക്ലീം നാഗ യക്ഷിയെ യക്ഷിണി സ്വാഹ നമഃ എന്നുള്ള മന്ത്രം നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങളുടെ ആ ശുദ്ധിയില്ലാത്ത സമയത്ത് ജപിച്ചോളൂ. പുരുഷന്മാർക്കും ജപിക്കാം. വളരെ മാറ്റം ഉണ്ടാവും. സംഘർഷങ്ങളും ഒരു കല്ലെടുത്ത് തലയിൽ വയ്ക്കുന്ന പോലെ ഭാരമാണെന്ന് പറയുന്ന പലർക്കും ഈ IT കമ്പനിയൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ഞാൻ ഇതങ്ങോട്ട് ജപിച്ചോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊരു മാറ്റമാണെന്നറിയുമോ? ഒരു പക്ഷേ മനസ്സിൻ്റേതാകാം, എന്നാൽ തന്നെ ആയിക്കോട്ടെ, മാറ്റം ഉണ്ടാകുമല്ലോ. പിന്നെ ബാക്കി വലിയൊരു ചാൻസാണ് കേട്ടോ. ഇതൊക്കെ നിസ്സാരമായിട്ട് കരുതരുത്. മഹാപുരുഷന്മാരിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളാണ്. നിങ്ങളത് ശീലിക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താൻ തോന്നുന്നു. തിങ്കളാഴ്ച ദിവസം വ്രതം എടുക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് പൗർണമിയിൽ വ്രതം എടുക്കാതിരിക്കരുത്. നിങ്ങളുടെ മനസ്സിന് കുറച്ച് ബലം കിട്ടേണ്ട ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പലതും സ്വാധീനിക്കാനുള്ള, ലഹരിയായാലും സ്ത്രീ ആയിരുന്നാലും അങ്ങനെ വിഷയങ്ങളിലോട്ട് പ്രത്യേകിച്ച് പോകാനുള്ള ഒരു സാധ്യതയുള്ള നക്ഷത്രം ആയതുകൊണ്ട് പൗർണമി വ്രതം എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് നല്ല ശക്തി കിട്ടും. അപ്പോൾ പൗർണമി വ്രതം എടുക്കുക, തിങ്കളാഴ്ച ദിവസം വ്രതം എടുക്കുക, ഇതൊക്കെ നല്ലതാണ്. ഭദ്രകാളി, ദുർഗ ഈ ദേവിയൊക്കെ ഭജിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. ഭദ്രകാളിയെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അത് പൗർണമി ദിവസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ബാക്കിയെല്ലാം നന്മയായിട്ട് വരും. നിങ്ങളുടെ കർമ്മശുദ്ധി ഉണ്ടെങ്കിൽ, സ്വാമി എപ്പോഴും പറയും, കർമ്മശുദ്ധിയുള്ള ഒരു മനുഷ്യനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും, യാതനയും ദുഃഖമൊക്കെ വരും. പക്ഷേ ആ കർമ്മത്തിൻ്റെ ശുദ്ധി, ഇപ്പം നമ്മുടെ അഴുക്ക് ചാലിൽ കിടക്കുന്ന ഒരു ജലം, ആ ജലം കഠിനമായ താപമേറ്റ് അത് ശുദ്ധിയാവാൻ, അത് നീരാവിയായി ഉയർന്ന് മേഘങ്ങളിൽ കൂടെ പോയി കടലിൽ പോയി പതിച്ച് വീണ്ടും നീരാവിയായി ശുദ്ധമായി മേഘമായി മാറുന്നത് പോലെ, ശുദ്ധമായ കാറ്റാകുന്ന പോലെ നമുക്ക് ആ ശുദ്ധമായ കർമ്മം കൊണ്ട് നമ്മളെ എത്ര വേദന സഹിച്ചാൽ പോലും അതിനൊരു മാറ്റം ഉണ്ടാകും. അത്തരത്തിലൊരു മാറ്റം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ നക്ഷത്രങ്ങൾ ഞാൻ കർണേശു ഉപാസനയിലൂടെ പറയുന്ന ലക്ഷണശാസ്ത്രത്തിലൂടെ പറഞ്ഞു പോയിട്ടുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ജ്യോതിഷ സംബന്ധമായ ശാസ്ത്രത്തിലൂടെ, പിന്നെ ജ്യോതിഷത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള, പിന്നെ ശ്യാമിനെ കുറിച്ച് കൂടെ ശ്യാമിനെ കൊണ്ടുകൂടെ പറയിപ്പിക്കുന്നത് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം ഈ കാര്യങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ടാകും, മനസ്സിന് മാറ്റമുണ്ടാകും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള രോഹിണി നക്ഷത്രത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ കൃഷ്ണനെ ഭജിക്കുന്നത് നല്ലതാണ്. പിന്നെ ഗുരുവായൂർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകുന്ന വളരെ നല്ലതാണ്. അവിടെ ഭജിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് സന്താനങ്ങളില്ലാത്തവർക്ക് കൃഷ്ണനാട്ടം നടത്തുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. കൃഷ്ണനെ ഭജിക്കുകയും കൃഷ്ണക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുകയും കൃഷ്ണ തുളസി മാല കിട്ടുന്നതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും പെൺകുട്ടികൾക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.